ജീവിതത്തിനും മരണത്തിനുമിടയിൽ ഒരു പുസ്തകശാലയുണ്ട്. ആ വായനശാലയിൽ നമ്മൾ ജീവിക്കാത്ത ഒട്ടനേകം ജീവിതങ്ങളുണ്ട്. ഇത് പറഞ്ഞത് മാൻഹേഗാണ്. അതെ, മാൻഹേഗിൻ്റെ വിശ്വപ്രസിദ്ധമായ ദ മിഡ് നൈറ്റ് ലൈബ്രറി എന്ന നോവലിനെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കാൻ പോകുന്നത്. ജീവിച്ചിരിക്കാൻ അനേകം കാര്യങ്ങളുണ്ടായിരുന്നിട്ടും മരണം തിരഞ്ഞിറങ്ങുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് മാൻഹേഗ് തൻ്റെ നോവലിലൂടെ പങ്കുവയ്ക്കുന്നത്. ജീവിച്ചിരിക്കാൻ ഒരു മനുഷ്യന് 100,000 കാര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും മരണം തിരഞ്ഞിറങ്ങുന്ന ഒരു പെൺകുട്ടി. നോറ സീഡ് എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ജീവിതത്തിൽ കുറച്ച് വേദനകളും നൊമ്പരങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അതൊന്നും അതിജീവിക്കാൻ കഴിയാതെ നൊമ്പരപ്പെട്ട് ആ പെൺകുട്ടി ആത്മഹത്യയുടെ വക്കിലേക്ക് നടന്നെടുക്കുകയാണ്. ഒന്നുറ്റു നോക്കിക്കഴിഞ്ഞാൽ ജീവിതം എന്തുമാത്രം സാധ്യതകളെയാണ് നമുക്ക് മുൻപിൽ തുറന്നിട്ട് തരുന്നത്. ആ സാധ്യതകളെ തിരിച്ചറിയാതെ മരണത്തിലേക്ക് അവൾ നടന്നു പോവുകയാണ്. ഈ ലോകത്ത് തനിക്ക് ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു ജ്യേഷ്ഠൻ, ആ ജ്യേഷ്ഠന് തന്നോട് സ്നേഹമില്ല എന്ന് പറഞ്ഞ്, ഒരു പ്രണയം വഴുതിപ്പോയല്ലോ എന്ന് പറഞ്ഞ്, തൻ്റെ പ്രിയപ്പെട്ട പൂച്ചക്കുട്ടി മരിച്ചുപോയി എന്ന് പറഞ്ഞ്, അങ്ങനെ നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞ് ആത്മഹത്യയിലേക്ക് നടന്നു പോവുകയാണ് ആ പെൺകുട്ടി. ജീവിതത്തിൻ്റെ സാധ്യതകളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ആ കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപാകതയായി മാൻഹേഗ് ചൂണ്ടിക്കാണിക്കുന്നത്. കണ്ണു തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നീരുറവ ഇങ്ങനെ മുൻപിൽ നിൽക്കുന്നത് കാണാൻ കഴിയുമെങ്കിലും കണ്ണീര് വന്നു നിറഞ്ഞ് അവളുടെ ജീവിതത്തിലെ സമൃദ്ധിയെ അവൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ വരികയാണ്. ജീവിതത്തിൻ്റെ സമൃദ്ധിയെ തിരിച്ചറിയാൻ കഴിയാതെ വരുമ്പോൾ ആത്മഹത്യയിലേക്ക് ആ പെൺകുട്ടി നടന്നു പോകുന്നു. ജെ കൊച്ചുവീട്ടിൽ എന്ന് പറയുന്ന ഒരു വൈദികൻ തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നത് പോലെ, കണക്കിലും ഫിസിക്സിലും ഒക്കെ മനുഷ്യനുണ്ടാക്കുന്ന ലോജിക്കുകൾ സക്സസ് ആകുമെങ്കിലും ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോൾ അത് ഒട്ടും സക്സസ് ആകാതെ പോകുന്നതായിട്ടാണ് നാം കാണുന്നത്. നന്നായി പഠിക്കുന്ന കുട്ടിയാണ് നോറ സീഡ്. ഒരുപാട് മാർക്കൊക്കെ അവൾ പരീക്ഷയിൽ നേടിയെടുക്കുന്നുണ്ട്. പക്ഷേ ജീവിത പരീക്ഷയുടെ മുമ്പിലേക്ക് വരുമ്പോൾ അവൾ പകച്ചു നിന്നു പോവുകയാണ്. ജീവിത പരീക്ഷകളെ നേരിടാൻ കഴിയാതെ വരുന്ന ഒരു ചെറുപ്പക്കാരി, ഒരു 35 വയസ്സുകാരി. അവളുടെ ജീവിതത്തിലൂടെയാണ് മാൻഹേഗ് ഇങ്ങനെ കടന്നു പോകുന്നത്. ആ പെൺകുട്ടിയുടെ ജീവിതത്തിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മളെ തന്നെയാണ് നാം അവിടെ കാണുന്നത്. ബൈബിളിൽ ഹാഗാറിൻ്റെ ഒരു കഥ പറയുന്നുണ്ട്. ഹാഗാർ മരുഭൂമിയിലൂടെ ഇങ്ങനെ ഓടിപ്പോവുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മരുഭൂമിയിലൂടെ അവളിങ്ങനെ ഓടുകയാണ്. മരുഭൂമിയുടെ ചൂടിൽ ഇങ്ങനെ ഉഴറി നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ തൻ്റെ മകനെ ഉപേക്ഷിച്ച് അവൾ ഇങ്ങനെ വേദനയോടെ ഓടി അകലുമ്പോൾ മാലാഹ പ്രത്യക്ഷപ്പെട്ട് അവളോട് പറയുന്നുണ്ട്, ഹാഗാറെ, നീ കണ്ണു തുറക്കുക, നിന്റെ മുൻപിലുള്ള ആ നീരുറവ കാണുക എന്ന്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ജീവിതത്തിൻ്റെ സമൃദ്ധി നമുക്ക് ചുറ്റും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയാതെ വരുന്നത് നമ്മുടെ കണ്ണീരിങ്ങനെ വന്ന് നമ്മുടെ കണ്ണിൽ നിറയുന്നത് കൊണ്ടാണ്. അങ്ങനെയാണ് നോറ സീഡിനും തൻ്റെ ജീവിതത്തിൻ്റെ സാധ്യതകളെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്. ഈ പെൺകുട്ടി എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൻ്റെ സാധ്യതകളെ തിരിച്ചറിഞ്ഞത് എന്ന് നമ്മൾ ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ തിരിച്ചറിയുകയാണ്. കുറച്ചേറെ പുസ്തകങ്ങളിലൂടെ അവൾ തൻ്റെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത എന്താണ് എന്ന് തിരിച്ചറിയുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട പുസ്തകശാലയിൽ താൻ കണ്ടുമുട്ടുന്ന പുസ്തകങ്ങളിൽ അവൾ കുറേയേറെ ജീവിതങ്ങളെ കണ്ടെത്തുകയാണ്. ഒരുപാട് ജീവിതങ്ങൾ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ് പുസ്തകങ്ങളിൽ. ആ ജീവിതങ്ങളെ അവളിങ്ങനെ നേരിട്ട് കാണുമ്പോൾ അവൾ തിരിച്ചറിയുകയാണ് തൻ്റെ ജീവിതം എത്രമേൽ ശ്രേഷ്ഠമായിരുന്നു എന്ന്. പുസ്തകങ്ങളുടെ പ്രത്യേകതയും അതുതന്നെയാണ്. നമ്മൾ ജീവിക്കാത്ത പല ജീവിതങ്ങളെയും തിരിച്ചറിയാനും ആ ജീവിതങ്ങളിലൂടെയൊക്കെ കടന്നു പോകാനും നമ്മെ സഹായിക്കുകയാണ് ഓരോ പുസ്തകങ്ങളും. പുസ്തക വായനയിലൂടെയാണ് ആ പെൺകുട്ടി താൻ ജീവിക്കാത്ത ഒരു ജീവിതത്തെ, പല ജീവിതങ്ങളെ മനസ്സിലാക്കിയെടുക്കുന്നത്. അങ്ങനെ ആ പെൺകുട്ടി അതിജീവിക്കുകയാണ്. ആത്മഹത്യ എന്ന് പറയുന്ന ചിന്തകളെ ഉപേക്ഷിച്ച് ആ പെൺകുട്ടി ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഒരു മനോഹരമായ ഒരു പുസ്തകമാണ് മാൻഹേഗിൻ്റെ ഈ ദ മിഡ് നൈറ്റ് ലൈബ്രറി എന്ന ഈ പുസ്തകം. ഇതേപോലെ തന്നെ മാൻഹേഗിൻ്റെ ജീവിച്ചിരിക്കാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്ന പുസ്തകമുണ്ട്.
ആ പുസ്തകത്തിലും മാറ്റ് ഹേഗ് ഇങ്ങനെ പറയുന്നത് ഇതാണ്: നിങ്ങൾ ജീവിതത്തിൻ്റെ സാധ്യതകളെ തിരിച്ചറിയുക. ജീവിതത്തിൽ ഒരുപാട് സാധ്യതകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. റൂമിയൊക്കെ പറയുന്നത് പോലെ തന്നെ മുറിവുകളിലൂടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം കടന്നു വരിക. മുറിവുകളിലൂടെ പ്രകാശം കടന്നു വരും. സഹനത്തിൻ്റെ പാതയിലൂടെ നടന്നാൽ മാത്രമേ ജീവിതത്തിൽ പ്രകാശം കടന്നു വരികയുള്ളൂ എന്ന് നാം തിരിച്ചറിയണമെന്ന് ഹേഗ് ഈ പുസ്തകത്തിലൂടെ നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്. ജീവിതത്തിൽ ഒരുപാട് നൊമ്പരങ്ങളും വേദനകളും സഹനങ്ങളും ഒക്കെ കടന്നു വരും. ആ സഹനങ്ങളെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നതിലാണ് ജീവിതത്തിൻ്റെ വിജയവും നിൽക്കുന്നത്. ഒരു ഗോൾ മുഖത്തിൽ ഒരു ഗോൾ നേരിടാൻ നിൽക്കുന്ന ഒരു ഗോളിയെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ? ആ നിമിഷം ആ മനുഷ്യൻ അവിടെ ഒറ്റയ്ക്കാണ്. ജീവിതവും ഇതുപോലെ തന്നെയാണ്. ആ ഗോൾ മുഖത്ത് ഗോൾ അടിച്ചു വരുമ്പോൾ അത് നേരിടാൻ നമ്മൾ ഒറ്റയ്ക്ക് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണ് ഉള്ളത്. ആ ജീവിതത്തെ സ്വയം നേരിടേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ജീവിതത്തിൽ ഇങ്ങനെ പതറിപ്പോകാതെ ജീവിതത്തെ നേരിട്ട് ജീവിതത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് ഹേഗും നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. ബോബി ജോസ് കട്ടിക്കാടച്ചൻ തൻ്റെ രമണീയമീ ജീവിതം എന്ന പുസ്തകത്തിൽ ഒരു പരുന്തിൻ്റെ കഥ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു പരുന്തമ്മയുടെ കഥ. ആ കഥയിൽ ബോബി അച്ഛൻ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: ഒരു കൂട്ടിൽ, പരുന്തിൻ കൂട്ടിൽ കുഞ്ഞുങ്ങളെ ഈ പരുന്ത് വളർത്തിയെടുക്കുന്നത് എങ്ങനെയാണ് എന്ന്. കുറച്ച് നാൾ ഇതിന് ഭക്ഷണമൊക്കെ കൊടുത്ത് വളർത്തിയെടുത്തതിന് ശേഷം ഒരു ദിവസം പരുന്തമ്മ കടന്നു വന്നിട്ട് ഈ കൂട് ചിതറിച്ച് കളയുകയാണ്. ചിതറിച്ച് കളയുമ്പോൾ ഈ പരുന്തിൻ കുഞ്ഞുങ്ങൾ വല്ലാതെ ആകുലപ്പെടുന്നുണ്ട്. അമ്മ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് വിചാരിച്ച് അവർ വേദനയോടെ അലമുറയിട്ട് കരയണുണ്ട്. അങ്ങനെ ആ കൂട് ചിതറിച്ച് ഈ പരുന്തമ്മ കുഞ്ഞുങ്ങളെ താഴേക്കിടുകയാണ്. ഈ അമ്മ തങ്ങളോട് എന്ത് വലിയ ക്രൂരതയാണ് കാണിച്ചത് എന്ന് തിരിച്ചറിയുന്ന മക്കൾ അലമുറയിട്ട് കരയുന്നു. ആ സമയം അവർ തങ്ങളുടെ ചിറകുകൾ ഉയർത്തി പറക്കാൻ ശ്രമിക്കുന്നു. ചിറകുകൾക്ക് ശക്തിയുണ്ടാകുന്നു. ആ നിമിഷം കുഞ്ഞ് താഴത്തേക്ക് വീഴും എന്ന നിമിഷം വരുമ്പോൾ പരുന്തമ്മ പറന്നു വന്ന് അവരെ തൻ്റെ തോളിൽ ഏറ്റി പറന്നു പോവുകയാണ്. ജീവിതവും ഏതാണ്ട് ഇതേപോലെയൊക്കെ തന്നെയാണ്. ഒരുപാട് സഹനങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിങ്ങളുടെ ചിറകുകൾക്ക് ശക്തി ഉണ്ടാകാൻ വേണ്ടിയാണ് എന്നാണ് ഹേഗും തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നത്. സഹനങ്ങൾ നമ്മളെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുന്നു. അതുതന്നെയാണല്ലോ ക്രിസ്തുവും തൻ്റെ ജീവിതത്തിലൂടെ നമ്മളോട് പറഞ്ഞു വെച്ചത്. സഹനങ്ങളിലൂടെ നിങ്ങൾ പുതിയൊരു മനുഷ്യനായി മാറുകയാണ്. ഈ ജീവിതത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ആകുലപ്പെടുന്ന സിൽവിയ പ്ലാത്തിനെ നമ്മൾ കവിതകളിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെയായിരുന്നു നോറ സീഡും. തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വേദനകൾ ചെറിയ നേരിടാൻ കഴിയുന്ന നൊമ്പരങ്ങൾ കടന്നു വരുമ്പോഴും ഈ നോറ സീഡ് എന്ന് പറയുന്ന പെൺകുട്ടി ഇങ്ങനെ ആകുലപ്പെട്ട് മുൻപോട്ട് പോവുകയാണ്. അവളെ വീണ്ടെടുക്കുന്നത് ലൈബ്രറിയിലെ കുറച്ചേറെ പുസ്തകങ്ങളാണ്. പല രാത്രികളിൽ അവൾ ലൈബ്രറിയിലേക്ക് കടന്നു ചെന്ന് താൻ ജീവിക്കാത്ത ജീവിതങ്ങളെ തൊട്ടറിഞ്ഞ് മനസ്സിലാക്കുകയാണ്. ജീവിക്കാത്ത ജീവിതങ്ങൾ നാം കണ്ടുമുട്ടുമ്പോഴാണ് നമ്മുടെ ജീവിതം എത്രമേൽ മനോഹരമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. പ്രണയത്തിൻ്റെ ചില്ലുടഞ്ഞ ഒരു രാത്രിയിൽ നോറ സീഡ് വീണ്ടും ആത്മഹത്യയിലേക്ക് നടന്നെടുക്കുന്നുണ്ട്. എന്ത് വേദന വരുമ്പോഴും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയൊരു മാർഗമായി അവൾ കണ്ടെത്തുന്നത് ഈ ആത്മഹത്യ എന്ന് പറയുന്ന ചിന്തയെയാണ്. ജീവിതം അങ്ങ് ഒടുക്കിക്കളഞ്ഞു കഴിഞ്ഞാൽ ഈ വേദനകളൊന്നും തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ലല്ലോ എന്ന് നോറ സീഡ് ചിന്തിച്ചു പോവുകയാണ്. അങ്ങനെയാണ് പ്രണയത്തിൻ്റെ ചില്ലുടഞ്ഞ ഒരു രാത്രിയിൽ അവൾ വീണ്ടും മരണത്തിലേക്ക് നടന്നെടുക്കുന്നത്. അപ്പോഴും അവൾക്ക് മുമ്പിൽ ഒരു പുസ്തകശാല ഉയർന്നു വരികയാണ്. ആ പുസ്തകശാലയിൽ അവൾ മറ്റൊരു ജീവിതം കണ്ടുമുട്ടുകയാണ്. പ്രണയത്തിൻ്റെ സാധ്യതകൾ തിരിച്ചറിയുന്ന, ഒറ്റയ്ക്ക് ജീവിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന കുറച്ചേറെ പുസ്തകങ്ങളിലൂടെ അവൾ കടന്നു പോകുമ്പോൾ ആത്മഹത്യ എന്ന ചിന്തയെ അവൾ ഉപേക്ഷിച്ച് കളയുകയാണ്. അതെ, ജീവിതത്തിൻ്റെ മനോഹാരിത എന്താണ് എന്ന് ഇങ്ങനെ പല പുസ്തകങ്ങളിലൂടെയും പല ജീവിതങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ട് ഈ പെൺകുട്ടി മനസ്സിലാക്കുകയാണ്. ഹേഗ് ഇതേപോലെ ഒട്ടനേകം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഹേഗിൻ്റെ പുസ്തകങ്ങളുടെ എല്ലാം പ്രത്യേകതയും ഇത് തന്നെയാണ്. ഒരു മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി വെക്കാറുണ്ട്. ആ വാക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ നാം അറിയാതെ ജീവിതത്തിൻ്റെ സാധ്യതകളും ജീവിതത്തിൻ്റെ പ്രതീക്ഷകളും ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു പോവുകയാണ്.
ഹേഗിൻ്റെ ജീവിതവും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. വിഷാദത്തിൻ്റെ തീയിൽ പെട്ടുപോയി ഒരുപാട് കാലം ഉഴറി നടന്ന ഒരു മനുഷ്യനായിരുന്നു ഹേഗ്. ആ എഴുത്തുകാരൻ തൻ്റെ ജീവിതത്തെ നേടിയെടുത്തതും ഈ പുസ്തക വായനകളിലൂടെയായിരുന്നു. പുസ്തകങ്ങളിലൂടെ കടന്നുപോയി പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളെ തൻ്റെ ജീവിതവുമായി ബന്ധിപ്പിച്ച് വായിച്ചപ്പോഴാണ് തനിക്ക് ജീവിതത്തിൽ ജീവിക്കാൻ പ്രേരണകൾ ഉണ്ടായത് എന്ന് ഹേഗ് പലയിടത്തും പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിൽ പ്രതീക്ഷ അറ്റുപോയി മരണത്തിലേക്ക് നടന്നെടുത്ത ഒരു മനുഷ്യൻ എഴുതിയ നോവലിൽ പ്രതീക്ഷയുടെ ഒരുപാട് തിരുനാളങ്ങൾ ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. അതുതന്നെയാണ് ഹേഗിൻ്റെ ദ മിഡ് നൈറ്റ് ലൈബ്രറി എന്ന പുസ്തകത്തിൻ്റെയും പ്രത്യേകത. ഈ നോറ സീഡ് എന്ന് പറയുന്ന പെൺകുട്ടി ഈ ചെറിയ വളരെ നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് ആണോ ആത്മഹത്യയിലേക്ക് പോകുന്നത് എന്ന് നമ്മൾ ഗാഢമായി പരിശോധിക്കുമ്പോൾ തിരിച്ചറിയുന്നത് ഇതാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരു പെൺകുട്ടിയായിരുന്നു ഈ നോറ സീഡ്. അവളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊന്നും വളരെ നിസ്സാരം അല്ലായിരുന്നു. കുട്ടിക്കാലത്തിലെ അപ്പനും അമ്മയും ഒക്കെ മരിച്ചുപോയ ഒരു പെൺകുട്ടിയാണ് നോറ സീഡ്. അവൾക്ക് ആകപ്പാടെ ഉണ്ടായിരുന്നത് ഒരു ജ്യേഷ്ഠൻ മാത്രമാണ്. ആ ജ്യേഷ്ഠൻ തന്നോട് വെറുപ്പ് കാണിക്കുമ്പോൾ ചെറിയ നിസ്സാരമായ എന്തോ കാരണങ്ങൾ കൊണ്ട് ഈ ജ്യേഷ്ഠൻ തന്നിൽ നിന്ന് അകന്നു പോകുമ്പോൾ ആ പെൺകുട്ടി തകർന്നു പോകുന്നതിൽ നമ്മൾക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. ജീവിതത്തിൽ ആരും തനിക്ക് കൂട്ടിരിക്കാൻ ഇല്ല എന്ന് ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യൻ അറിയാതെ മരണത്തിലേക്ക് നടന്നെടുത്തു പോവുകയാണ്. തനിക്ക് ആരുമില്ല എന്ന ചിന്തയാണ് ഒന്നാമതായി ആ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് നടത്തുന്നത്. പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ തന്നോട് സ്നേഹമില്ലാതെ, തന്നെ വിളിക്കാതെ, ഒന്ന് ഫോൺ വിളിക്കുക പോലും ചെയ്യാതെ, തന്നോട് ഒന്ന് പുഞ്ചിരിക്കുക പോലും ചെയ്യാതെ തൻ്റെ മുൻപിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ ഈ പാവം പെൺകുട്ടിയുടെ ഹൃദയം വല്ലാതെ നോവുകയാണ്. പിന്നീട് ആകപ്പാടെ അവൾക്കുണ്ടായിരുന്നത് ഒരു പൂച്ചക്കുട്ടി മാത്രമാണ്. അവളുടെ സങ്കടങ്ങളും നൊമ്പരങ്ങളും വേദനകളും ഒക്കെ അവൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിരുന്നത് ഈ പൂച്ചക്കുട്ടിയോടാണ്. എല്ലാ രാത്രിയിലും അവൾ ഈ പൂച്ചക്കുട്ടിയെ കെട്ടിപ്പിടിച്ചാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ അത്രമേൽ സ്നേഹമുണ്ടായിരുന്ന ആ പൂച്ചക്കുട്ടി ഒരു പ്രഭാതത്തിൽ മരിച്ചില്ലാതാകുമ്പോൾ ആ പെൺകുട്ടി എത്രമേൽ വേദനിച്ചിട്ടുണ്ടാകും. ആ വേദനയിൽ നിന്നാണ് രണ്ടാമത്തെ ആത്മഹത്യ പ്രേരണയിലേക്ക് ആ പെൺകുട്ടി നടന്നു പോകുന്നത്. മൂന്നാമതായി ഒരു കുഞ്ഞു പ്രണയം. ജീവിതത്തിൽ ആദ്യമായി ഉണ്ടായ ഒരു പ്രണയമാണ്. ആ പ്രണയത്തെ ആ പ്രണയത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവൾ മുൻപോട്ട് പോകുമ്പോൾ ഒരു നിമിഷം ആ മനുഷ്യനും അവളെ ഉപേക്ഷിച്ച് കടന്നു പോവുകയാണ്. അങ്ങനെ ഒരുപാട് വേദനകളിലൂടെ ആ പെൺകുട്ടി കടന്നു പോവുകയാണ്. നമ്മൾ നിസ്സാരമെന്ന് നനച്ചേക്കാവുന്ന ചില കാരണങ്ങൾ അവളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വേദന നൽകിയ ഒന്നായി മാറുകയാണ്. അതാണ് ആ പെൺകുട്ടിയെ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ ആത്മഹത്യയിലേക്ക് നടക്കാൻ ആ പെൺകുട്ടിയെ പ്രേരിപ്പിക്കുന്നത്. മാറ്റ് ഹേഗ് നമ്മളോട് പറഞ്ഞു വെക്കുന്നതും ഇതാണ്. ഇതുപോലെ ജീവിതത്തിൽ തനിച്ചാകുമ്പോൾ, ജീവിതത്തിൽ ആരുമില്ലാതാകുമ്പോൾ, ജീവിതത്തിൽ ആശ്രയിക്കാനോ ചേർത്ത് നിർത്താനോ തോളിൽ തട്ടി ആശ്വസിപ്പിക്കാനോ ഒരു മനുഷ്യനോ ഇല്ലാതാകുമ്പോൾ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ഒരു പുസ്തകമുണ്ട് എന്നാണ് മാറ്റ് ഹേഗ് തൻ്റെ ഈ പുസ്തകത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. ആ പുസ്തകത്തിൽ ഒരുപാട് കഥാപാത്രങ്ങൾ കടന്നു വരുന്നുണ്ട്. ആ കഥാപാത്രങ്ങളുടെ വേദനകളും, ആ കഥാപാത്രങ്ങളുടെ നൊമ്പരങ്ങളും, ആ കഥാപാത്രങ്ങളുടെ സ്നേഹവും പ്രണയവും ഒക്കെ നാം വായിക്കുമ്പോൾ, ആ ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മൾ ജീവിക്കാത്ത ഒരു ജീവിത സാധ്യതയാണ് നമുക്ക് മുൻപിൽ ഇങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുന്നത്. ആ സാധ്യതകളെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും ശക്തമായ കാര്യമെന്നാണ് മാറ്റ് ഹേഗ് തൻ്റെ മിഡ് നൈറ്റ് ലൈബ്രറി എന്ന പുസ്തകത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. രാത്രികളിൽ അവൾ പുസ്തകങ്ങളിലൂടെ കടന്നുപോയി തൻ്റെ ജീവിതത്തിൽ ഒരുപാട് സാധ്യതകളെ തിരിച്ചറിയുകയാണ്. ജീവിക്കാൻ പ്രേരണ നൽകുന്ന ഒരുപാട് വാക്യങ്ങൾ കണ്ടെത്തി അവളുടെ ഡയറിയിൽ കുറിച്ചിടുകയാണ്. ജീവിക്കാൻ പ്രേരണ നൽകുന്ന ഒരുപാട് കോട്ടുകൾ അവൾ കണ്ടെത്തുകയാണ്. ആ അക്ഷരങ്ങളിലൂടെയൊക്കെ അവൾ പല ആവർത്തി കടന്നു പോവുകയാണ്. അത് അവൾക്ക് ജീവിക്കാൻ പ്രേരണ നൽകുകയാണ്. അങ്ങനെ ആ പെൺകുട്ടി തൻ്റെ ജീവിതത്തിൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് മടങ്ങി വരികയാണ്. നോവലിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മളിങ്ങനെ കടന്നു വരുമ്പോൾ നമ്മൾ നോറ സീഡിൻ്റെ
ജീവിതത്തിൽ കണ്ടുമുട്ടുന്നത് ഇതാണ്. നഷ്ടപ്പെട്ടു പോയതെല്ലാം അവൾക്ക് തിരിച്ചു കിട്ടുകയാണ്. നഷ്ടപ്പെട്ടു പോയതെല്ലാം മറ്റൊരു വിധത്തിൽ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. കാത്തിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് ബാഡ്ഹേഗ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. കാത്തിരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ട് എങ്കിൽ, കാത്തിരിക്കാൻ നിങ്ങൾക്കൊരു ഹൃദയമുണ്ട് എങ്കിൽ, കാത്തിരിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതം തന്നെ നഷ്ടമായ പലതും തിരിച്ചു തരും എന്നാണ് ബാഡ്ഹേഗ് പറഞ്ഞു വെക്കുന്നത്. ആത്മഹത്യയിലേക്ക് നടന്നുപോയി ആത്മഹത്യ ആ പെൺകുട്ടി ചെയ്തിരുന്നു എങ്കിൽ അവൾ എങ്ങനെയാണ് ഈ നഷ്ടപ്പെട്ടതിനെയൊക്കെ തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചെടുക്കുക? കാത്തിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പുഴയിലേക്ക് ചെറിയ കല്ലിടുമ്പോൾ ഓളങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ ഓളങ്ങൾ ഇല്ലാതാകാൻ നമ്മൾ അല്പസമയം കാത്തിരിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ജീവിതത്തിലെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, ജീവിതത്തിലെ വേദനിപ്പിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാകുമ്പോൾ കുറച്ചു നേരം ശാന്തമായി മൗനമായി കാത്തിരിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നഷ്ടപ്പെട്ടു പോയ പ്രണയം അവൾക്ക് തിരിച്ചു കിട്ടുകയാണ്. നഷ്ടപ്പെട്ടു പോയ ജ്യേഷ്ഠൻ അവളിലേക്ക് തിരിച്ചു വരികയാണ്. നഷ്ടപ്പെട്ട പൂച്ചയ്ക്ക് പകരമായി മറ്റൊരു സ്നേഹം നിറഞ്ഞ പൂച്ചയെ അവൾക്ക് കിട്ടുകയാണ്. അങ്ങനെ നഷ്ടപ്പെട്ട പലതും ആ പെൺകുട്ടിക്ക് വീണ്ടും ദൈവം മറ്റൊരു രൂപത്തിൽ തിരിച്ചു നൽകുകയാണ്. ഒരാൾക്ക് അതിജീവിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഒരാളുടെ ജീവിതത്തിലേക്ക് ദൈവം ചൊരിയുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഇവിടെയാണ്. ഒരു മനുഷ്യന് അതിജീവിക്കാൻ കഴിയുന്ന അത്ര പ്രശ്നങ്ങൾ മാത്രമേ ദൈവം ഒരാളുടെ ജീവിതത്തിലേക്ക് നൽകുകയുള്ളൂ. ജോബ് എന്ന് പറയുന്ന മനുഷ്യനെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ചൊരിയുന്ന വേദനകളിൽ നിന്ന് ആ മനുഷ്യൻ എങ്ങനെയാണ് അതിജീവിച്ച് മുന്നേറുന്നത്? അയാൾ കാത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഇടപെടൽ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് ആ മനുഷ്യൻ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിന് ഒടുവിൽ ദൈവം അവന് എല്ലാം സമൃദ്ധമായി തിരിച്ചു നൽകുകയാണ്. ബാഡ്ഹേഗും തൻ്റെ പുസ്തകത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ കാത്തിരിക്കുക, ശാന്തമായി മൗനമായി കാത്തിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നഷ്ടമായി എന്ന് നിങ്ങൾ വിചാരിക്കുന്ന പലതും ദൈവം ഒരു സമൃദ്ധമായി വർഷിക്കുമെന്ന് ബാഡ്ഹേഗും പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ കാത്തിരിപ്പുകൾ കൊണ്ട് കാത്തിരുന്നു കൊണ്ട് ജീവിതത്തിൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്ന നോറ സീഡ് എന്ന പെൺകുട്ടി നമുക്കെല്ലാവർക്കും വലിയൊരു മാതൃകയാണ്. ആ പെൺകുട്ടിയുടെ ജീവിതം, ആ പെൺകുട്ടി കടന്നുപോയ സഹനങ്ങളുടെ നിമിഷങ്ങളൊക്കെ നമുക്ക് വലിയ വലിയ മാതൃകയാവുകയാണ്. കാത്തിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ് ഈ കുഞ്ഞു പുസ്തകം. ബാഡ്ഹേഗ് ഇതേപോലെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ നാം വായിച്ചിരിക്കേണ്ട മറ്റൊരു പുസ്തകമാണ് ജീവിച്ചിരിക്കാൻ ഉള്ള കാരണങ്ങൾ എന്ന് പറയുന്ന മറ്റൊരു പുസ്തകം. അതുപോലെ തന്നെയാണ് ദ മിഡ്നൈറ്റ് ലൈബ്രറി എന്ന് പറയുന്ന ഈ പുസ്തകം. ഈ പുസ്തകത്തിലെ ഓരോ വരികളും പ്രതീക്ഷ നൽകുന്ന അക്ഷരങ്ങളാണ് ബാഡ്ഹേഗ് കുറിച്ച് വെച്ചിരിക്കുന്നത്. പ്രതീക്ഷ നൽകുന്ന, ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് വാക്കുകളിലൂടെ, ഒരുപാട് അക്ഷരങ്ങളിലൂടെ, ഒരുപാട് മനുഷ്യരിലൂടെ, ഒരുപാട് ജീവിതങ്ങളിലൂടെ ബാഡ്ഹേഗ് നമുക്ക് മുൻപിൽ പുതിയ ഒരു ജീവിത സാധ്യത തുറന്നു തരികയാണ്. സാറ സീഡ് എന്ന പെൺകുട്ടി നമുക്കെല്ലാവർക്കും ഒരു മാതൃകയായി മാറുകയാണ്. ആ പെൺകുട്ടിയുടെ ജീവിതം കൂടുതൽ അടുത്തറിഞ്ഞുകൊണ്ട്, ആ ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് ദ മിഡ്നൈറ്റ് ലൈബ്രറി, ഇരുട്ടിലൊരു വായനശാല എന്ന ഈ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളും സാറ സീഡിനോടൊപ്പം യാത്ര ചെയ്യുകയാണ്. സാറ സീഡിനോടൊപ്പം ജീവിക്കാനുള്ള പ്രേരണ, ജീവിക്കാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് ബാഡ്ഹേഗ് ഇങ്ങനെ കുത്തി നിറയ്ക്കുകയാണ്. ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് പിടിച്ചു നടത്താൻ ശക്തിയുള്ളതാണ് വാക്കുകൾ എന്നാണ് നമ്മൾ ബാഡ്ഹേഗിൻ്റെ ഈ പുസ്തകത്തിലൂടെ തിരിച്ചറിയുന്നത്. വായന നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. വായനയിലൂടെ ഒരുപാട് കഥാപാത്രങ്ങളെ കണ്ടുമുട്ടി നമ്മൾ ജീവിക്കാനുള്ള പ്രേരണ ഉണ്ടാവുകയാണ്. ജീവിക്കാൻ പ്രേരണ നൽകുന്ന എത്രയെത്ര അക്ഷരങ്ങളാണ് ബാഡ്ഹേഗ് തൻ്റെ ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. വായനയിലൂടെ ജീവിതത്തിലേക്ക്, പുതിയ ജീവിതത്തിലേക്ക്, പുത്തൻ പ്രതീക്ഷകളിലേക്ക് നടന്നെടുക്കുന്ന സാറ സീഡ് എന്ന പെൺകുട്ടിയെ ഈ പുസ്തകത്തിൽ കണ്ടുമുട്ടുന്നു. വായന അത്രമേൽ മനോഹരമായ ഒന്നാണ്. നിങ്ങൾ തനിച്ചാകുമ്പോൾ, നിങ്ങൾക്ക് ആരുമില്ല എന്ന തോന്നലുണ്ടാകുമ്പോൾ ഒരു പുസ്തകം എടുക്കുക, ആ പുസ്തകം തുറന്ന് ആ വാക്കുകളിലൂടെ കടന്നു പോവുക.
അപ്പോൾ ജീവിക്കാൻ പ്രേരണ നൽകുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആ പുസ്തകത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ടായിരിക്കും എന്നാണ് മാറ്റ് ഹേഗിൻ്റെ ഈ ദ മിഡ് നൈറ്റ് ലൈബ്രറി എന്ന പുസ്തകത്തിലൂടെ നാമും തിരിച്ചറിയുന്നത്. ബൈബിളിലെ ഓരോ വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ആ പ്രതീക്ഷയുടെ തിരുനാളങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് വായന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വായിക്കുമ്പോൾ നമ്മൾ പുതിയ മനുഷ്യരാവുകയാണ്, പുതിയ ജീവിതങ്ങളായി നമ്മൾ മാറുകയാണ്, പുത്തൻ പ്രതീക്ഷകൾ നമ്മളിൽ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ വായന ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് എന്നാണ് ഈ പുസ്തകത്തിലൂടെ, ഈ പുസ്തകത്തിൻ്റെ വരികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ വായിച്ചിരിക്കേണ്ടത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. വായന എത്രമേൽ മനോഹരമായ ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ഈ മാറ്റ് ഹേഗിൻ്റെ പുസ്തകത്തിലൂടെ. അതുകൊണ്ട് തന്നെ വായിച്ചു വളരുന്ന ഒരു മനുഷ്യരായി നമ്മൾ തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.